ഹലോ ട്രേഡേഴ്സ്, ഡെയിലി ട്രേഡേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിഫ്റ്റിയും നല്ല അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. ബാങ്കിനെ സംബന്ധിച്ചൊരു RBIയുടെ ഒരു ന്യൂസ് വന്നിട്ടുണ്ട്. അതിനനുസരിച്ചിട്ട് ബാങ്കിൽ നല്ല മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നു. നിഫ്റ്റിയിൽ അതിനോടനുബന്ധിച്ച് തന്നെ ഒരു നല്ല മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നു. നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, രാവിലെ നിഫ്റ്റി ഒരു ഫോളോ ആയ ശേഷം ഒരു കൺസോൾട്ടേഷനാണ്. 9:15 to 11 മണി വരെയും കൺസോൾട്ടേഷനാണ്. അതിന് ശേഷമാണ് നിഫ്റ്റി മൂവ് ചെയ്യാൻ തുടങ്ങിയത്. വൺ വേ മൂവ്മെൻ്റ് ആയിരുന്നു, അത്യാവശ്യം നല്ലൊരു മൂവ്മെൻ്റ് ആയിരുന്നു അത്. അപ്പോൾ നമുക്ക് കുറച്ച് ട്രേഡ്സൊക്കെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2 SL വന്നിട്ടുണ്ട് നിഫ്റ്റിയിൽ. ഇത് 83,400 ആണ്. 83,400 നമുക്കൊരു റെഡ് ക്യാൻഡിൻ്റെ ക്ലോസിംഗ് കൂടെ വന്നിട്ടില്ല. നമ്മുടെ പ്രൈസ് 476 ആണ്. നമുക്കിവിടെ കാണാൻ പറ്റും, നല്ലൊരു പുഷാണ് മോർണിംഗ് തന്നെ കിട്ടിയത്. റെഡ് ക്യാൻഡിൽ വന്നിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് വിട്ട് കളയേണ്ടി വരും ഈ ട്രേഡ്. ഇത് 25,500 ആണ്. 25,500 നമുക്കിവിടെ കാണാൻ പറ്റും. 9:15 ക്യാൻഡിൽ തന്നെ നല്ലൊരു പുഷാണ് നടത്തിയത്. അതിനുശേഷം നമുക്കൊരു ലിമിറ്റ് എൻട്രിക്ക് വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പ് വന്നിട്ടില്ല. റെഡ് ക്യാൻഡിലൊക്കെ ഭയങ്കര ഹൈ ആണ് വന്നത്. നേരത്തെ സെൻസസിൽ പറഞ്ഞ പോലെ തന്നെയാണ്. അപ്പോൾ നമുക്ക് ആ ട്രേഡ് എടുക്കാൻ പറ്റില്ല. അഗ്രസീവായിട്ട് ചെയ്യുന്നവർക്ക് സെൻസസിൽ നിഫ്റ്റിയിലൊക്കെ എടുക്കാം കേട്ടോ. മോർണിംഗിലത്തെ ട്രേഡൊക്കെ അത് അഗ്രസീവായിട്ട് ചെയ്യുന്ന ആൾക്കാരുടെ കാര്യം മാത്രമാണ്. നോർമലായിട്ട് ചെയ്യുന്ന ആൾക്കാർ വെയിറ്റ് ചെയ്യുക. നമുക്കൊന്ന് കുറച്ച് നേരം കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള ഫസ്റ്റത്തെ എൻട്രി ഇതാണ്. 25,350 ആണ്. അതൊരു 14 പോയിന്റ് കറക്റ്റ് വന്നിട്ടുണ്ട്. അതിനുശേഷം അടിയിലേക്ക് വരികയായിരുന്നു ചെയ്തത് കേട്ടോ. പിന്നെ അങ്ങോട്ട് റീടെസ്റ്റ് ഒന്നുമില്ല. പിന്നെ നമുക്കുണ്ടായിരുന്ന 25,400 ആണ്. അത് ഫസ്റ്റ് ട്രേഡിൽ തന്നെ SL ആയിട്ടുണ്ട്. 10 പോയിന്റാണ് SL എന്നാണ്. SL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രേഡ് ആക്ടിവേഷൻ ആയിട്ടൊരു 4-5 മിനിറ്റ് കൊണ്ട് 5-6 മിനിറ്റ് കൊണ്ട് SL ആയിട്ടുണ്ട്. പ്രോപ്പർ SL ആണ്. ഇതേ എൻട്രി നമുക്ക് റീ എൻട്രി വന്നിട്ടുണ്ട്. അത് 10 മിനിറ്റിൽ കറക്റ്റ് എക്സിറ്റ് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് SL വരില്ല, നമുക്ക് പ്രോഫിറ്റിലിരിക്കും. പിന്നെ പിന്നിങ് കയറിയിട്ടുണ്ട്. ഇതെനിക്ക് കൊടുക്കാൻ വിട്ടുപോയൊരു എൻട്രി എന്ന് പറഞ്ഞാൽ 108.15 ആണ്. 108.15 ഒരു എൻട്രി ഉണ്ടായിരുന്നു, അത് ഞാൻ കൊടുത്തിട്ടില്ല. പക്ഷെ അതാണ് ഫുൾ ടാർഗറ്റ് വന്നത്. പക്ഷെ നമ്മളിവിടെ കാണാൻ പറ്റും, ഓൾറെഡി നമുക്ക് റീ എൻട്രി എടുത്ത് കൊടുത്ത് പിന്നെ റെഡ് ക്യാൻഡ് ഇവിടെ ഇല്ല. മനസ്സിലായില്ലേ? ആ റെഡ് ക്യാൻഡ് വന്നെങ്കിൽ ഇത് ഫുള്ളായിട്ട് ഒരു അടിപൊളി പ്രോഫിറ്റ് ആയാണ്. പക്ഷേ 108 കൊടുക്കാനും പറ്റിയില്ല. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതിലൊരു സെപ്പറേറ്റ് ഒരു ഇൻസൈഡ് ഒരു എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കാൽപ്പിംഗ് എൻട്രി ആണ്. ഇതിൽ സ്കാൽപ്പിംഗ് എൻട്രി കറക്റ്റായിട്ട് ഇവിടെ നിന്ന് വന്നിട്ടുണ്ട്. അതായത് ഈ ഒരു ഭാഗത്തുനിന്ന് സ്കാൽപ്പിംഗ് വന്നിട്ടുണ്ട്. അതൊരു 62 പോയിന്റ് പോയിട്ടുണ്ട്. നമ്മൾ 62 പോയിന്റ് ഒന്നും നമ്മൾ സംസാരിക്കണില്ല. നമ്മൾ സ്കാൽപ്പിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, 2-3 മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ 4-5 മിനിറ്റ് കൊണ്ട് പ്രോഫിറ്റ് കിട്ടണം. ഇവിടെ ഒരു 4-5 മിനിറ്റ് കൊണ്ട് തന്നെ പ്രോഫിറ്റ് കിട്ടുന്നത് 18 പോയിന്റ് ആണ്, അല്ലെങ്കിൽ 20 പോയിന്റ് ആണ്. അപ്പോൾ ആ 20 പോയിന്റിൻ്റെ കാര്യം സംസാരിച്ചാൽ മതി. അപ്പോൾ 2-3 മിനിറ്റ് കൊണ്ട് നമുക്ക് കിട്ടുന്നത് 20 പോയിന്റ് ആണ്. അതിവിടെ വന്നിട്ടുണ്ട്. സ്കാൽപ്പിംഗ് എൻട്രി ആണ് അത്. ബാക്കി 108 എൻട്രി കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ, അതുകൊണ്ട് ഞാൻ അത് പറയണില്ല. പിന്നെ നമുക്കുണ്ടായിരുന്ന 83,000 ആണ്. സെൻസസ് ആണ്. ഫസ്റ്റ് ട്രേഡ് SL ആണ് നിഫ്റ്റിയുടെ പോലെ തന്നെ. രണ്ടാമത്തെ ട്രേഡ് 10 മിനിറ്റിൽ നിങ്ങൾ ഇറങ്ങി കഴിഞ്ഞാൽ വലിയ സീൻ വരില്ല. തിരിച്ച് കാണുന്ന സമയത്ത് ഇവിടെ റെഡ് ക്യാൻഡിലില്ലേ, നേരത്തെ നിഫ്റ്റിയുടെ അതേ അവസ്ഥ തന്നെയാണ് കേട്ടോ. ഇവിടെയും വേറെ കാര്യങ്ങളൊന്നും സംസാരിക്കാനില്ല. ഇത് 53,300 ആണ്. ഇതൊരു ലിമിറ്റ് എൻട്രി ഒന്നും വന്നിട്ടില്ല. ഭയങ്കരമായിട്ട് ഹൈ ഡിസ്കൗണ്ട് പ്രൈസോ ലിമിറ്റ് പ്രൈസൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ എടുക്കാൻ പറ്റും. പക്ഷേ അതൊന്നും വരാത്തതുകൊണ്ട് നമുക്കത് പ്രിഫറബിൾ അല്ല. പിന്നെ നമുക്കുണ്ടായിരുന്ന 25,450 ആണ്. 25,450 ആണ് വേറെ SL വന്നതാണത്. ഒരു 5-6 മിനിറ്റിൽ തന്നെ ഇത് SL ആയിട്ടുണ്ട്. ഫസ്റ്റ് ട്രേഡ് SL ആയിട്ടുണ്ട്. രണ്ടാമത്തെ ട്രേഡ് കിട്ടിയിട്ടുണ്ട്. ഇത് കുറച്ച് നേരം ഹോൾഡിംഗ് ഉണ്ട്. അതിന് ശേഷം 50 പോയിന്റ്. നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, 2 ക്യാൻഡിലുകൊണ്ട് 50 പോയിന്റ് വന്നിട്ടുണ്ട്. പക്ഷെ ഇത്രയും ദൂരം നിങ്ങൾ ട്രാവൽ ചെയ്താലാണ് ഈ 2 ക്യാൻഡിൽ നിങ്ങൾക്ക് കിട്ടുള്ളൂ. 46 പോയിന്റ്. 2 ക്യാൻഡിലിൽ 46 പോയിന്റ്, ടോട്ടൽ 50 പോയിന്റ് ആ ട്രേഡ്. ഫുൾ ടാർഗറ്റാണത്. പക്ഷേ കുറച്ച് നേരം ഇരിക്കണം, അതുള്ള കാര്യം അതിൻ്റെ ഉള്ളിലത്തെ. ഈ സ്ട്രൈക്കിൽ 86.80 ആണ് കേട്ടോ പ്രൈസ് വരുന്നത്. 25,600 86.80 എൻ്റെ പ്രൈസ് വരുന്നത്. അത് അവിടേക്കൊന്നും എത്തിയിട്ടില്ല. അപ്പോൾ ഇത്രയും ട്രേഡാണ് ടോട്ടൽ ഉണ്ടായിരുന്നത് ഇന്നത്തെ ദിവസം നിഫ്റ്റിയുടെ പെർഫോമൻസിൽ. നിഫ്റ്റി രാവിലെ തൊട്ട് ഒരു 15 മണി വരെ ഒരു സൈഡ് വേസ് ആയിരുന്നു. പിന്നെയാണ് അങ്ങോട്ട് മൂവ്മെൻറ്റ് തുടങ്ങിയത്. അതിൽ ചിലത് കിട്ടി, ചിലത് കിട്ടിയില്ല. ചിലതിലൊക്കെ SL വന്നിട്ടുണ്ട്, ചിലതൊക്കെ നമ്മൾ വിട്ടുപോയിട്ടുണ്ട്. എല്ലാതും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ തിങ്കളാഴ്ച ചെയ്യാനേ പറ്റുള്ളൂ. ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ക്രൂഡ് ഓയിൽ അങ്ങനത്തെ ഓരോ വേറെ സെഗ്മെൻറ്റ് നോക്കുക എന്നുള്ളതാണ്. ക്രൂഡ് ഓയിൽ അത്യാവശ്യം നല്ല മൂവ്മെൻ്റ് ഒക്കെ ഉണ്ടെന്ന്, അത് ക്രൂഡ് ഓയിൽ ഞാൻ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒന്ന് പറഞ്ഞതിൽ ഡയറക്റ്റ് SL വന്നത് 2 ബാക്കി അത്യാവശ്യം ചെറിയ പ്രോഫിറ്റൊക്കെ വന്നിട്ടുണ്ട്. 50 പോയിൻ്റെ പ്രോഫിറ്റ് ഉണ്ട്. അത് ചിലപ്പോൾ എല്ലാവരും കിട്ടുന്ന നിർബന്ധമില്ല. ഹോൾഡ് ചെയ്തിരുന്നാലേ കിട്ടുള്ളൂ. അങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. എല്ലാം നമ്മൾ മനസ്സിലാക്കുക, അത്രയുള്ള കാര്യം. അപ്പോൾ ട്രേഡിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നന്നായിട്ട് പഠിച്ചിട്ട് ചെയ്യുക. വളരെ ഈസി ആയിട്ടുള്ളൊരു മേഖലയല്ല, അങ്ങനെ ടഫായിട്ടുള്ളൊരു മേഖലയാണ്. അപ്പോൾ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യുക. നമ്മൾ ഹോൾഡ് ചെയ്യണതിൽ അർത്ഥങ്ങളില്ല. ഞാനിവിടെ ടൈമും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, എത്ര നേരം ഹോൾഡ് ചെയ്യണം,
എത്ര പോയിന്റ് അനുസരിച്ച് എത്രത്തോളം അത് പോകും ഇതൊക്കെ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ട്രേഡിങ്ങിലേക്ക് വരിക. നമ്മളോട് സംസാരിക്കുന്നത് എക്സാക്റ്റ് ബൈങ് പൊസിഷനെ കുറിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്കും ഈസിയായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന കാര്യങ്ങളുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അത് പഠിക്കാവുന്നതാണ്. നമ്മൾ സ്ട്രൈക്കിൽ പറഞ്ഞ പ്രൈസുകളൊക്കെ നിങ്ങൾക്ക് ഈസിയായിട്ട് കണ്ടുപിടിക്കാവുന്നതുള്ളൂ. പത്രത്തിൽ ഇന്നത്തെ വീഡിയോ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്ക്, ഷെയർ ഫോളോ ചെയ്തേക്ക്. അപ്പോൾ നമുക്ക് തിങ്കളാഴ്ച കാണാം. ഓക്കെ, ബൈ.